AVG വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യ എങ്ങോട്ട്? ഇന്ത്യ രാജ്യം വളരെ വേഗത്തിൽ സാമ്പത്തികമായി കുതിച്ചു പായുന്ന ഒരു അശ്വത്തെ പോലെ, ആർക്കും പിടിച്ചു കെട്ടാനാവാത്ത അശ്വത്തെ പോലെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറിക്കഴിഞ്ഞുവെന്നും ആണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. നമ്മളുടെ GDP ഗ്രോത്ത് നോക്കിയാൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ദ്രുതഗതിയിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ന് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക വളർച്ചയിൽ 4ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. അത് താമസിയാതെ 3ാം സ്ഥാനത്തേക്ക് വരുമെന്ന് പറയുന്നു. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ഇന്ത്യ എന്നുള്ളതാണ് ഇന്നത്തെ സങ്കല്പം. ഒരുപക്ഷെ ജപ്പാനെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ജർമ്മനിയെ കഴിഞ്ഞ ഡിസംബറിൽ കവർ ചെയ്യുമെന്നായിരുന്നു കണക്കൂട്ടൽ. അതെന്തായാലും എനിക്ക് കൃത്യം അതിൻ്റെ റിസൾട്ട് അറിയില്ല. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇന്ത്യയുടെ ഈ വൻ വളർച്ച കണ്ടിട്ട് നമുക്കറിയാം, നമ്മുടെ ഓഹരി മാർക്കറ്റിലേക്ക് ലക്ഷം കോടി രൂപകളാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അമേരിക്കക്കാരും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു അളവ് പോലായിട്ടാണ് തീർച്ചയായിട്ടും ഈ ഓഹരി നിക്ഷേപത്തെ കാണുന്നത്. ഈ പുറത്തുനിന്നുള്ള കോടാനുകോടി രൂപ ഇന്ത്യയിലേക്ക് ഒഴുകുമ്പോൾ ഇന്ത്യയിലെ വ്യവസായമാണ് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പലരും ചോദിക്കാറുണ്ട്, അങ്ങനെ ഇന്ത്യ വളരെ വളർച്ച പ്രാപിക്കുന്നുവെങ്കിൽ അതൊന്നും കാണാനില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, നമ്മുടെ ഹൈവേ ഒക്കെ വലിയ തോതിലാണ് ഹൈവേയിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കയിലോ അല്ലെങ്കിൽ ചൈനയിലോ ഒക്കെ ഉള്ള താതാത്മ്യം പ്രാപിക്കാവുന്ന രീതിയിലുള്ള വലിയ കൺസ്ട്രക്ഷൻ ഇന്ന് ഇന്ത്യയിൽ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലുള്ള റോഡുകളും ഒക്കെ നിർമ്മിക്കപ്പെടും. അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കമ്പനികൾ, L&T പോലെയുള്ള കമ്പനികളും ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയും ഒക്കെ അതിനകത്ത് 5 വർഷത്തേക്കുള്ള ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഡിജിറ്റൽ ടെക്നോളജിയിൽ ഇന്ത്യയുടെ വലിയ കുതിപ്പ്, ഡിജിറ്റൽ ടെക്നോളജിയിലുള്ള വളർച്ചയും ഒക്കെ മറ്റ് രാജ്യങ്ങളെ പോലും അസൂയപ്പെടുത്തുന്ന രീതിയിലാണ്. അതുപോലെ നമ്മുടെ സാറ്റലൈറ്റ് ടെക്നോളജിയിൽ ഒരുപക്ഷെ ലോകത്തിൽ ഇത്രയും വളർച്ച പ്രാപിച്ച ഒരു ടെക്നോളജി അധികം രാജ്യങ്ങളിലൊന്നുമില്ല. അമേരിക്കയിലുണ്ട്, ചൈനയിലും ഒക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ നമ്മുടെ സാറ്റലൈറ്റുകൾ നമ്മൾ പുറത്തുള്ള പല രാജ്യങ്ങൾക്കും ഇപ്പോൾ സാറ്റലൈറ്റ് ടെക്നോളജി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. വലിയ വലിയ വരുമാനമാണ് നമുക്ക് ഇന്ത്യ ഗവൺമെൻറ് കിട്ടുന്നത്. അമേരിക്കയിൽ ഒരു 1000-500 കോടി രൂപ വേണം ഒരു ഹോളിവുഡ് സിനിമ എടുക്കണമെങ്കിൽ. ഇവിടെ 500 കോടി ഉണ്ടെങ്കിൽ നമ്മളൊരു സാറ്റലൈറ്റ് ബംഗ്ലാദേശിനോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ രാജ്യങ്ങൾക്കോ ഒക്കെ കൊടുക്കുന്നുണ്ട്. 130ഓളം രാജ്യങ്ങളിൽ നമ്മുടെ സാറ്റലൈറ്റ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ വേഗത കൂട്ടുന്നുണ്ട്. തൊഴിലില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള ആ ഒരു രീതി പോലും ഇപ്പോൾ മാറിക്കഴിഞ്ഞു. തൊഴിൽ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്കിവിടെ ജോലിയുണ്ട് എന്നുള്ളൊരു സ്ഥിതിയിലേക്ക്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഇവിടെ ഒരു ജോലിക്കും ആളെ കിട്ടാനില്ല. ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും മണിപ്പൂരിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഇവിടുത്തെ അത്യാവശ്യ തൊഴിൽ കാര്യങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, എവിടെ ചെന്നാലും ബംഗാളികളെ നമുക്ക് കാണാം. കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ ആവശ്യമായിട്ടുള്ള ജനങ്ങളെ കിട്ടാനില്ല. എല്ലാവരും ഒന്നാമതേ അണുകുടുംബമാണ്. അണുകുടുംബത്തിലുള്ള ഏത് തൊഴിലാളിയുടെ മക്കളും ഇന്ന് പഠിച്ച് വിദ്യാഭ്യാസ യോഗ്യത കൈവരിച്ച് അവരൊക്കെ ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ത്തെക്കുറിച്ച് നമുക്ക് വാസ്തവത്തിൽ അഭിമാനം കൊള്ളണം. ഒരു പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും യുദ്ധത്തിൽ നമ്മുടെ രാജ്യം പങ്കാളിയാണെങ്കിൽ ഒരു 15 വർഷത്തെ സാമ്പത്തിക വളർച്ചയിലും നമ്മളെ പിറകോട്ട് വലിക്കും, നമ്മുടെ രാജ്യത്തെ പിറകോട്ട് വലിക്കും. വളരെ തന്ത്രപരമായ ഒരു ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റിലൊക്കെ വളരെ തന്ത്രപരമായ ഒരു നിലപാടെടുത്താണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ നടക്കുന്ന ഇറാൻ ഇസ്രയേൽ അമേരിക്കൻ യുദ്ധത്തിൽ ഇന്ത്യ വളരെ നിഷ്പക്ഷമായ ഒരു നിലപാടെടുക്കുകയാണ്. പലരും ഇന്ത്യയെ കൂടി ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് വലിച്ച് അയക്കാൻ നോക്കുന്നുണ്ട്.
ഓയിൽ പ്രതിസന്ധി ഇങ്ങനെ നിൽക്കുമ്പോഴും നമുക്കറിയാം ഇന്ത്യയിലൊക്കെ മറ്റ് പല സ്ഥലത്തും പെട്രോൾ ഡീസലിൻ്റെയൊക്കെ വില കണ്ടമാനം, ഗ്യാസ് വിലയൊക്കെ കണ്ടമാനം വർദ്ധിച്ചെങ്കിലും ഇന്ത്യയിൽ ഇതുവരെ കൂടിയിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ ഈ ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ കൂടിയെന്നും വരാം. എങ്കിൽ പോലും റഷ്യയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ കിട്ടുന്നു. പുതുതായിട്ട് കൈവശപ്പെടുത്തിയ വെനിൻസുലയിൽ നിന്ന് ലോകത്തിന് മുഴുവൻ എണ്ണ നൽകാമെന്ന് അമേരിക്ക പറയുന്നു. എങ്കിൽ പോലും നമുക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ, സാമ്പത്തിക തകർച്ചയില്ലാതെ നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകുന്നു. അതിൽ അഭിമാനം കൊള്ളാം. ഏതായാലും ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും, നോട്ടത്തിലും, പ്രവൃത്തിയിലും എല്ലാം മറ്റ് വികസിത രാജ്യത്തിനൊപ്പം എത്തും. നമുക്കറിയാം റെയിൽവേയിൽ പഴയ പണ്ടത്തെ ബോഗികളെല്ലാം മാറ്റി ജപ്പാൻ മോഡലിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബോഗികൾ എല്ലാം വന്നു. ഇന്ത്യയിലെ എല്ലാ റെയിൽവേ ട്രെയിനുകളും പെട്ടെന്ന് മാറുന്നത് വികസിത രാജ്യത്തിൻ്റെ ട്രെയിനുകൾക്കൊപ്പമുള്ള ട്രെയിനുകളാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പം ഇതൊരു ടോപ്പിക്കാണ്. നമ്മൾ ഇന്ത്യ എങ്ങോട്ട്, രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുമ്പോഴും ഇതിന് നമുക്ക് അറിയാം, കോൺഗ്രസിൻ്റെ കാലത്താണ് വാസ്തവത്തിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. അത് നരേന്ദ്രമോദി ഗവൺമെൻറ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് ടെക്നോളജിയിൽ ഇപ്പോൾ ഗൂഗിൾ പേ, ഉദാഹരണം പറഞ്ഞാൽ ഗൂഗിൾ പേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സർവ്വജനങ്ങളും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ജർമ്മനിയിൽ പോലും അത്ര വേഗമൊന്നും ഇത് വരുന്നില്ല. അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം എല്ലാം ഇന്ത്യയിലെ മാൻ പവർ ൻ്റെ പ്രോപ്പറായിട്ടുള്ള ഈ അക്ഷയ സെൻറ്ററുകളൊക്കെ മുഖേന ജനങ്ങൾക്ക് നേരിട്ട് ഓഫീസിൽ പോകാതെ കാര്യങ്ങൾ ചെയ്യുക. ഓഫീസിലെ ജോലികൾ വാസ്തവത്തിൽ കണ്ടമാനമായിട്ട് അങ്ങ് വർദ്ധിക്കുന്നില്ല. മാൻ പവർ ആവശ്യമില്ലാതെ തന്നെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു രാജ്യം എന്ന് ഇന്ത്യയെ വിശേഷിപ്പിച്ചാൽ പോലും അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം.